ഗൂഗിൾ ക്രോമിലെ ഹോം ബട്ടനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഹോം ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഗൂഗിൾ ക്രോമിൻ്റെ മുകൾ വശത്തായിട്ട് കാണുന്ന 3 ഡോട്ട്സ് ഉള്ള ആ ഒരു ഐക്കൺ, അതിന് നമ്മൾ കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്നാണ് പറയുന്നത്. അത് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടേക്ക് പോകുക. നമ്മളങ്ങനെ സെറ്റിങ്ങിലേക്ക് എത്തുമ്പോൾ സെറ്റിങ്ങിനകത്തുള്ള ഒരുപാട് മെനുകളുണ്ട്. അതെല്ലാം കാണാൻ സാധിക്കും. യു ആൻഡ് ഗൂഗിൾ, ഓട്ടോഫിൽ, സേഫ്റ്റി ചെക്ക്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഒരുപാട് മെനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ അപ്പിയറൻസ് എന്ന് പറയുന്ന മെനുവിലേക്ക് പോവുക. നമുക്കിവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ കാണുന്ന ഓപ്ഷൻസ് പതുക്കെ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും. ഞാൻ അപ്പോഴേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മളങ്ങനെ അപ്പിയറൻസിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഷോ ഹോം ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ മുകൾ വശത്തായിട്ട് ഒരു ഹോമിൻ്റെ ഐക്കൺ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹോമിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബ് ഓപ്പൺ ആകുമെന്നായിരിക്കും ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഒരു പുതിയ ടാബ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പുതിയ ടാബിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഒരു വെബ് അഡ്രസ്സ് അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോവുക. എൻ്റർ കസ്റ്റം വെബ് അഡ്രസ്സ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കസ്റ്റമായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ കസ്റ്റമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ മുകളിൽ കാണുന്ന ഷോ ഹോം ബട്ടൺ എന്ന ഐക്കൺ ഒന്ന് ഡിസേബിൾ ചെയ്ത ശേഷം വീണ്ടും എനേബിൾ ചെയ്യുന്നു. അപ്പോഴേക്കും ഇത് ആക്റ്റീവായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഹോം ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന URL ലോഡ് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കും. മിക്കവാറും നമ്മൾ ന്യൂ ടാബ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ഹോം ഐക്കണിൽ കൊടുക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.